ഉപദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. പരിശുദ്ധ അമ്മയാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന, ഈശോ സ്നേഹിക്കുന്ന ഈശോയുടെ മക്കളെ, ദൈവസ്തുതിയുടെ താളം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ദൈവസ്നേഹത്തിൽ നിറയണമെന്നും എളിമയുള്ളവരായിരിക്കണമെന്നും പക്വമതികളായിരിക്കണമെന്നും പരിശുദ്ധ അമ്മ നമ്മെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മിപ്പിച്ചു. അമ്മ സന്ദേശത്തിലൂടെ അതാ നമ്മളോട് പറഞ്ഞത്. സത്യത്തെ വിജയിപ്പിക്കാനായിട്ട് ന്യായവിധിക്ക് അണയേണ്ടവനാണ് ഞാനെന്ന ഓർമ്മയിൽ എളിമയോടെ ജീവിച്ച് ഹൃദയ കാഠിന്യത്തെ മാറ്റി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ആ ഓർമ്മപ്പെടുത്തൽ നമുക്കുള്ളതാണ്. ആ ഓർമ്മപ്പെടുത്തൽ നമ്മളോടുകൂടെയാണ്, നമ്മിലാണ് ആ ഓർമ്മപ്പെടുത്തലിൻ്റെ റെസ്പോൺസ് പോസിറ്റീവായിട്ട് വരേണ്ടത്. അമ്മയോട് ചേർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാം, എളിമയോട് ജീവിക്കാം എന്നുള്ളൊരു തീരുമാനമായിട്ട്, ആ തീരുമാനം പ്രവൃത്തിയായിട്ട് നമുക്ക് കൊണ്ടുവരണം. പ്രസംഗിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് അല്ലേ? പ്രസംഗം ചിലരുടെയൊക്കെ മനസ്സുകളിൽ ചില ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം. എന്നാൽ പ്രസംഗം ജീവിതമാകുന്നില്ലെങ്കിൽ അത് ഫലരഹിതമാണ്. പ്രസംഗിക്കുന്ന ഞാനോ നിങ്ങളോ, പ്രസംഗം കേൾക്കുന്ന ഞാനോ നിങ്ങളോ ഫലരഹിതമായിട്ട് ജീവിക്കുക എന്നാൽ പ്രസംഗിക്കപ്പെടുന്നതും പ്രസംഗം കേൾക്കുന്നതും ജീവിതത്തിൽ പ്രവൃത്തിയായിട്ട് മാറ്റുന്നില്ലെങ്കിൽ ഫലരഹിതമായ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. നമ്മുടെ ഈ അധ്വാനവും ഫലരഹിതമായിരിക്കും. പക്ഷെ അങ്ങനെ ഫലരഹിതമാക്കും എന്നുള്ള ആശ്വാസം പിശാചിന് നമുക്ക് കൊടുക്കണ്ട. നമ്മുടെ ശത്രുവായ തിന്മയ്ക്കെതിരെ ജീവിക്കാൻ ഫലരഹിതമായ ജീവിതമല്ല, ഫലമുള്ള ജീവിതങ്ങൾ ഈശോയ്ക്ക് കാഴ്ചവെച്ചുകൊണ്ട് സാത്താനെ സന്തോഷിപ്പിക്കാതെ ഈശോയെ സന്തോഷിപ്പിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. നിഷ്കളങ്കമായ മനസ്സ്, കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കരായിരിക്കാൻ അമ്മ പറഞ്ഞത്. അമ്മ വീണ്ടും വീണ്ടും നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഒരു യഥാർത്ഥ വിശ്വാസിയുടെ പ്രത്യാശ സ്വന്തം പുണ്യത്തിലോ നന്മയിലോ അടിസ്ഥാനപ്പെടുത്തിയല്ല, അത് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതാണ് ഒരു നല്ല വിശ്വാസി. ഒരു നല്ല വിശ്വാസിക്ക് ഇത്തരത്തിലുള്ള ദൈവീക ആഹ്വാനങ്ങളെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു നല്ല വിശ്വാസിയാണെങ്കിൽ അത് എൻ്റെ പുണ്യത്തിലും നന്മയിലും അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ഞാൻ പറയേണ്ടത്, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചിട്ടാണ്. അതാണ് എളിമ എന്ന് പറയുന്നത്. എളിമയോടെ ആയിരിക്കണം. എനിക്കും നിങ്ങൾക്കൊക്കെ ഇത് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചാലേ നമുക്ക് അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ കുഞ്ഞുങ്ങളായിട്ട് ഈശോയിലേക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. മക്കളെ, തിരുസഭയ്ക്കും മാർപ്പാപ്പയ്ക്കും സകല വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? തിരുസഭയ്ക്ക് വേണ്ടി, മാർപ്പാപ്പയ്ക്ക് വേണ്ടി, സകല വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ എടുത്തു പറയാൻ കാരണമുണ്ട്. അതാണ് അടുത്തതായി അമ്മ പറയുന്നത്. ലോകം മുഴുവനും വേണ്ടിയും നിനക്ക് തന്നെ വേണ്ടിയും പ്രാർത്ഥിക്കരുതെന്നല്ല അമ്മ പറയുന്നത്. ഇവിടെ ഇത് എടുത്തു പറയാൻ കാരണമുണ്ട്. തിരുസഭയ്ക്ക്, മാർപ്പാപ്പയ്ക്ക്, സകല വൈദികർക്കും സന്യസ്തർക്കും. കാരണം ദൈവ ആരാധനയ്ക്കായി മാറ്റിവച്ചതിൽ പലതും ലോക ആരാധനയ്ക്കായി മാറ്റപ്പെടുന്നത് കാണുമ്പോൾ ഈ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മക്കളെ, ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിപ്പിക്കുന്ന അനിർവചനീയമായ രഹസ്യത്തെപ്പറ്റി ധ്യാനിക്കുന്നതോടൊപ്പം ഈ അമ്മ ആവശ്യപ്പെടുന്നതുകൂടെ ചെയ്യാൻ തയ്യാറാകുക. ലോകം മുഴുവനെയും നിങ്ങളെ ഓരോരുത്തരെയും ഈ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക. നമുക്ക് പ്രതിഷ്ഠിക്കാം, ഓരോ നിമിഷവും പ്രതിഷ്ഠിക്കാം ലോകം മുഴുവനെയും. ഏറ്റവും പരിശുദ്ധ പരമതൃത്വത്തിലെ രണ്ടാം ആളായ ജീവൻ്റെ വചനം എൻ്റെ കന്യകോദരത്തിൽ മനുഷ്യാവതാരം എടുത്തപ്പോൾ മനുഷ്യ സ്വഭാവത്തിൽ
എനിക്ക് ഭരമേൽപ്പിക്കപ്പെടുകയായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് യേശുവിനെ മനുഷ്യ സ്വഭാവത്തിൽ രൂപീകരിച്ചെടുക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ആ പദ്ധതിയിലൂടെ ഈ പുത്രൻ തൻ്റെ അമ്മയിൽ നിന്ന് സർവ്വതും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനുഷ്യനായി രൂപപ്പെട്ട ദൈവത്തിൻ്റെ വചനം തന്നെയായ യേശു ക്രിസ്തു അമ്മയിൽ നിന്ന് സകലതും പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശുവിനെ രൂപപ്പെടുത്തിയതുപോലെ നമ്മളെയും അമ്മ രൂപപ്പെടുത്തി എടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഈശോയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഓരോ മനുഷ്യ മക്കളെയും എന്നെ ഏൽപ്പിച്ചുകൊണ്ട് തിരുക്കുമാരൻ പറയുന്നത്, അമ്മേ, എൻ്റെ ഈ കുഞ്ഞിന് രക്തം, മാംസം, ശ്വാസം, ആഹാരം, സ്നേഹം ഇവയെല്ലാം അമ്മ നൽകണമെന്നാണ്. അതുകൊണ്ടാണ് അമ്മ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, മക്കളെ, നിങ്ങൾ നിങ്ങളെ തന്നെ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്ക്. വചനമായ ദൈവത്തിന് രൂപം കൊടുത്ത ഒരു അമ്മയാണ് ഞാൻ. യേശുവിൻ്റെ മാംസത്തിൻ്റെ രൂപീകരണം പരിശുദ്ധ അമ്മയുടെ രക്തത്തിൻ്റെ വിലയാണ്. ഒരു അമ്മയിൽ നിന്ന് ഒരു കുഞ്ഞ് എങ്ങനെ രൂപമെടുക്കുമോ അതുപോലെ തന്നെ ആ അമ്മയ്ക്കാണ് ഈശോ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് രക്തം, മാംസം, ശ്വാസം, ആഹാരം, സ്നേഹം ഇവയൊക്കെ അമ്മ നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഈശോ. ഞാൻ അതിന് സദാ തയ്യാറാണ് മക്കളെ. അതിനാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിങ്ങളെ വളർത്തുന്നതിനും നിങ്ങളെ ഏത് മഹത്തായ ദാനത്തിനായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവോ, ആര്? ഈശോ ആഗ്രഹിക്കുന്നുവോ, നമ്മളെ ഏത് ദാനത്തിനായിട്ടാണ് ഉപയോഗിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നത്? എന്താണ് ഈശോയുടെ പദ്ധതി? എന്താണ് ഈശോയുടെ ആഗ്രഹം? ആ ആഗ്രഹ സാക്ഷാത്കാരത്തിനായി നിങ്ങളെ ഒരുക്കുന്നതിനും ഈ അമ്മയെ അനുവദിക്കുക. അമ്മ ഒരുക്കും നമ്മളെ. ഈ അമ്മയുടെ വിമല ഹൃദയത്തിന് ആത്മപ്രതിഷ്ഠ നടത്താൻ മടിക്കരുത് മക്കളെ. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത ഈ ഹൃദയത്തിലുള്ളതിനാൽ, ഏത് ഹൃദയത്തിലാ? പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഉള്ളതിനാൽ യേശുവിലേക്കുള്ള പ്രയാണം എളുപ്പമായി തീരും ഈ പ്രതിഷ്ഠയിലൂടെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ എന്താണ് വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ? യേശു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഉള്ള ഒരു പ്രയാണം എളുപ്പമാക്കാനാണ് നമ്മൾ ഈ പ്രതിഷ്ഠ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്, നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മളെ രൂപപ്പെടുത്തിയെടുക്കാൻ ഈ പ്രതിഷ്ഠ കൊണ്ട് സാധിക്കും. തിരുവചനങ്ങളുടെ പൂർത്തീകരണ കാലഘട്ടമാണിതെന്ന് നിങ്ങൾ അറിയുക. പാപത്തിനും തിന്മയ്ക്കും എതിരായി പോരാടുക. ജപമാല പ്രാർത്ഥനയിൽ തീക്ഷ്ണതയുള്ളവരാകുക. തപസ്സുകാല ജീവിതം ഫലപ്രദമാക്കുക. തപസ്സുകാല ജീവിതം അത് സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും മാത്രമുള്ളതല്ല, നമുക്കും കൂടെ ഉള്ളതാണ്. തപസ് അനുഷ്ഠിക്കുക എന്ന് പറയുക, തപം ചെയ്യുക. തമ്പുരാൻ്റെ സന്നിധിയിൽ തപം ചെയ്ത് ജീവിക്കുക. ചൂടുള്ളവരാകുക. ദൈവസന്നിധിയിൽ നിന്ന് ചൂട് സ്വീകരിച്ച് ഉപവസിച്ച് ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് ജീവിതം ചെലവഴിക്കാൻ നമുക്കും അതിനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട്. എല്ലാവർക്കും തപസ് ജീവിതം ഫലപ്രദമാക്കുക. യേശുവിൻ്റെ കാരുണ്യ നിർഭരമായ സ്നേഹത്തിൻ്റെ വിജയം നിങ്ങളെ രക്ഷിക്കും. ഈ അമ്മ നിങ്ങളോടൊപ്പം അതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. നമ്മളിപ്പോൾ 36-ാമത്തെ സന്ദേശത്തിലൂടെയാണ് വന്നത്. ഇനി 37-ാമത്തെ സന്ദേശം നമുക്ക് ശ്രവിക്കാം. അത് ഭ്രൂണഹത്യ എന്ന പാപത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ നൽകിയ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു പോകാം, നിങ്ങളൊപ്പം പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. ഈ പ്രാർത്ഥനയുടെ ഫലം ലഭിച്ച അനേകരുണ്ട് ഈ ലോകത്ത്. ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് എല്ലാ ബുധനാഴ്ചകളിലും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന അച്ഛനാണ് ഫാദർ ജോയ് തോട്ടങ്കര MCBS. അച്ഛൻ ആ കോൺഗ്രിഗേഷനിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ജീവിത ക്രമമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വൈദികനാണ്. പ്രോ ലൈഫ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടും
വൈദിക സന്യസ്ത ജീവിത വിളിയുടെ പവിത്രത മനസ്സിലാക്കി അങ്ങനെയുള്ള വിളി ലഭിച്ചവർക്ക് വേണ്ടി നിരന്തരം ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനാണ് അച്ഛൻ. ഈ പ്രാർത്ഥന ഒത്തിരി പ്രചരിപ്പിച്ചിട്ടുണ്ട്. ജീവന്റെ സുവിശേഷം എന്ന പുസ്തകത്തിലൂടെ നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു അപ്പസ്തോലിക ഗ്രന്ഥം, അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഗ്രന്ഥവും ഈ പ്രാർത്ഥനയുമായിട്ട് ജീവന്റെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്ന വൈദികൻ ഒത്തിരി പ്രാവശ്യം പലരെയും ഈ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയും അതിൻ്റെ ലീഫ്ലെറ്റുകളൊക്കെ വെച്ച് അനേകർ ഇത് സ്വീകരിച്ചിട്ടുണ്ട്. ഞാനിതിങ്ങനെ എടുത്തു പറയാൻ കാരണം, ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വെച്ച് തന്നെ കൊന്നുകളയണം അല്ലെങ്കിൽ അബോർഷൻ ചെയ്യണം എന്ന് തീരുമാനിച്ച പലരും ഈ പ്രാർത്ഥന വഴി അനുതാപത്തോടെ തിരിച്ചു വന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഫലം കണ്ടിട്ടുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് സാധിക്കുന്നവർ ഈ പ്രാർത്ഥന എന്നോടൊപ്പം പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് ശേഷം അതെങ്ങനെയെങ്കിലും സ്വീകരിച്ച് പ്രാർത്ഥിക്കാനോ ശ്രമിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ ഈ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിക്കാം നമുക്ക്. 2000 മാർച്ച് 25 ഭ്രൂണഹത്യ എന്ന പാപത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച പ്രാർത്ഥന 37ാമത്തെ സന്ദേശം. ഓ എൻ്റെ ഉണ്ണീശോ, ഭാഗ്യപൂർണയായ മാതാവ് ഉണ്ണീശോയെ തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ച ദിവസങ്ങളിൽ തന്നെ വന്നിയും പ്രായമുള്ളവളുമായ ഇളയമ്മയ്ക്ക് ഇത് 6ാം മാസമാണെന്ന് അറിഞ്ഞ് ഓടിയത് ആ ഇളയമ്മയുടെ പക്കലേക്കാണല്ലോ. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഓർക്കണേ, ഇതിൽ സന്ദേശമുണ്ട്, പ്രാർത്ഥനയുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ ഏതാനും ദിവസം മാത്രം പ്രായമായ ഉണ്ണീശോയുടെ സാന്നിധ്യത്തിൽ ഏലീശോയുടെ ഉദരത്തിലെ 6 മാസം മാത്രം പ്രായമായ സ്നാപക യോഹന്നാൻ കുതിച്ചു ചാടിയല്ലോ. ഉരുവായിട്ട് ഏതാനും ദിവസം പ്രായമായ മാതാവിൻ്റെ ഉദരത്തിലുള്ള ഭ്രൂണം കർത്താവാണെന്നും മറിയം ആ കർത്താവിൻ്റെ അമ്മയാണെന്നും ഏലീശോ ദൈവനിവേശനത്താൽ വിളിച്ചു പറഞ്ഞത് ഈ ലോകം അറിയട്ടെ. കുഞ്ഞുരുവായ നിമിഷം മുതൽ താൻ സത്യത്തിൽ അമ്മയാണെന്നറിയാതെ പൊന്നുണ്ണീശോയെ സ്വാർത്ഥമോഹങ്ങളാൽ അനേക അമ്മമാർ ഓടുന്നത് ഹെറോദോസിൻ്റെ പക്കലേക്കാണോ? ഉരുവാകുന്നതിന് മുൻപേ ഓരോരുത്തരുടെയും രൂപം സ്വന്തം കൈകളിൽ വരച്ചു നോക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നൊമ്പരമറിയാൻ അമ്മയുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുമോ? അമ്മയുടെ ഉദരത്തിൽ ആ അമ്മയുടെ കുഞ്ഞിൻ്റെ മരണമണി വൈദ്യൻ മുഴക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹത്താൽ കുതിച്ചു ചാടേണ്ട കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് ഈശോയെ ആര് കേൾക്കാൻ? അബോർഷൻ ചെയ്ത് ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കണേ. ഉദരത്തിലും രക്തധമനികളിലും നിറയുന്ന കടും വേദനയാൽ പുളയുന്ന അമ്മ സഹിക്കാൻ വയ്യാതെ കണ്ണിറുക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ നെട്ടോട്ടം കണ്ട് കരയുന്ന ഈശോ, അത് കാണാൻ ആ അമ്മയുടെ കണ്ണു തുറക്കണേ. ഇത് വായിക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കാം, ഇപ്പം അബോർഷൻ വലിയ വേദനയൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ മാതൃത്വത്തിൻ്റെ വേദനയുണ്ട്, അതറിയാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ ദുരന്തം. ആ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ആ കുഞ്ഞു കിടന്ന് ഓടും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്നെ രക്ഷിക്കണേ എന്ന് അതിന് പറയാൻ അറിയില്ല. ശബ്ദമില്ലാതെയുള്ള കരച്ചിൽ, ആരും സഹായിക്കാനില്ല. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാൻ അമ്മമാർക്ക് സാധിച്ചെങ്കിൽ ഈ പാപം ചെയ്യുമായിരുന്നോ? രക്തപങ്കിലയായ അമ്മയെ രക്ഷിക്കാൻ കുരിശിൽ കിടന്ന് പിടഞ്ഞ് നീയൊഴുക്കിയ തിരുരക്തമൊഴുക്കുന്ന കാരുണ്യം ആ അമ്മ എന്നെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ. ഇത് പരിശുദ്ധ അമ്മ സൂചിപ്പിച്ചത് അബോർഷൻ പാപമാണെന്നും അത് ചെയ്ത മക്കള് ആ കുറ്റബോധത്തിൽ കഴിയാതെ കർത്താവിൻ്റെ രക്തത്തിന് എന്നെ രക്ഷിച്ചെടുക്കാൻ പറ്റും, ഇനി ഒരിക്കലും ഈ പാപം ലോകത്ത് ഞാൻ ചെയ്യില്ല, അത് ചെയ്യുന്നവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള പ്രതിജ്ഞയെടുക്കാൻ കൂടിയാണ്. മുറിഞ്ഞു മരവിച്ച് കിടക്കുമ്പോഴും ഹൃദയമിടിച്ച് കരയുന്ന ആ കുഞ്ഞിനെ തോളിലേറ്റാൻ മുറിവേറ്റ കുഞ്ഞാടിനെ തേടി വരുന്ന ഈശോ ആ കുഞ്ഞിനെ അങ്ങ് തോളിലേറ്റുന്ന ദർശനം കാണാൻ ആവശ്യമായ പശ്ചാത്താപം ഈ പാപത്തിന് കൂട്ടുനിന്ന എല്ലാ അമ്മമാർക്കും കൊടുക്കണേ. ഇതിന് മൂകമായി സാക്ഷ്യം വഹിക്കുന്ന ശുശ്രൂഷാലയങ്ങളെ
സ്നേഹവും ജീവനും പകരുന്ന ആലയങ്ങളാക്കി മാറ്റണേ. ഉണ്ടാകട്ടെ എന്ന വചനശക്തിയാൽ ജീവനുണ്ടായ അനർഘ നിമിഷങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകാതെ അറവുശാലയിലെ കശാപ്പുകാരായി മാറുന്ന വൈദ്യന്മാർക്ക് വചനശക്തിയിലൂടെ പാപബോധം കൊടുക്കണമേ. ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു 22,000-ഓളം കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്ത ഒരു ഡോക്ടർ, യൂറോപ്യൻ നാട്ടിലെ ഒരു ഡോക്ടർ അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചു വന്ന് വചനപ്രഘോഷകയായിട്ട് പ്രായശ്ചിത്തം ചെയ്യുന്ന കാഴ്ച പല വീഡിയോസിലും ഞാനും കണ്ടു. അതുപോലെ അങ്ങനെയുള്ള വൈദ്യന്മാർക്ക് പാപബോധം കൊടുക്കണമേ. ജഡിക സുഖത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന പിതാക്കന്മാർ സ്ത്രീത്വത്തിൻ്റെ വില മനസ്സിലാക്കാതെ ഈ പാപത്തിന് കൂട്ടുനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈശോയെ, അങ്ങയുടെ വളർത്തുപിതാവിൻ്റെ മാതൃക ഇവരിൽ നിറയ്ക്കണമേ. എത്രയോ അപ്പന്മാരാണെന്നറിയോ? ഇപ്പം വേണ്ട, നമുക്ക് എന്ത് വേണ്ട, ഇപ്പം കുഞ്ഞിനെ വേണ്ട. ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ സുഖം മാത്രം അനുഭവിക്കുക സ്ത്രീയെ ഒരു കരുവാക്കിയിട്ട് ചില സ്ത്രീകളും അങ്ങനെയുണ്ട്. ഇപ്പം വേണ്ട. അങ്ങനെ എത്ര കുഞ്ഞുങ്ങളെ ഓരോ ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറുകളെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നില്ലേ? അങ്ങനെയുള്ളവർക്ക് മാനസാന്തരം ലഭിക്കാൻ പ്രാർത്ഥിക്കണം. വളർത്തുപിതാവായ യൗസേപ്പ് പിതാവിൻ്റെ മാതൃക ഇവരിൽ നിറയ്ക്കണമേ. കരയാനോ എതിർക്കാനോ കഴിയാതെ ഇവരുടെ ക്രൂരതകൾക്കിരയായി ഈ ലോകത്ത് ജീവിക്കാൻ അർഹത നഷ്ടപ്പെട്ടു പോയ മക്കളുടെ ആത്മാക്കൾ ഇവർക്കായി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന ബോധ്യത്തിലൂടെ ഗർഭഛിദ്രം ചെയ്തവർ സൗഖ്യം പ്രാപിക്കുമെന്നും ലോകം അറിയട്ടെ. അമ്മ നമ്മളെ പ്രാർത്ഥിപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇവരെ സമർപ്പിക്കുമ്പോൾ മുറിവേൽക്കുന്ന കുഞ്ഞുങ്ങളെ ആത്മീയ ഉദരത്തിൽ വഹിക്കുന്ന ആത്മീയ ശുശ്രൂഷകരാകുവാൻ ഇവരെ ഒരുക്കണമേ എന്ന് കേണപേക്ഷിക്കുന്നു. അതുവഴി ലോകം മുഴുവനും ഈ പാപശാപത്തിൽ നിന്നും മോചനം പ്രാപിക്കട്ടെ. സകല വിശുദ്ധരെ, മാലാഖമാരെ പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ എന്നുള്ള പ്രാർത്ഥനയോടെ ആ പ്രാർത്ഥന അവസാനിക്കരുത്. ഈ പ്രാർത്ഥനയുടെ വക്താക്കളായി മാറണം നമ്മൾ ഓരോരുത്തരും. ജനിക്കാൻ അർഹതയുണ്ടായിട്ടും ജനിക്കാതെ പോയ ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ മാധ്യസ്ഥം തേടണം. ജനിക്കാൻ അർഹത ലഭിച്ച നമ്മൾ ഓരോരുത്തരും അനുതാപം ലോകത്തിൽ നിറയാൻ, എല്ലാ അബോർഷൻ ക്ലിനിക്കുകളും അടച്ചുപൂട്ടപ്പെടാൻ കുഞ്ഞെ നിൻ്റെ ഒരു പ്രായശ്ചിത്തം നിറഞ്ഞ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. ജപമാല കരങ്ങളിലെടുത്ത് അബോർഷൻ ക്ലിനിക്കുകൾ അടച്ചുപൂട്ടാനായിട്ട് പ്രാർത്ഥിക്കണമേ. 38ാമത്തെ സന്ദേശം പരിശുദ്ധ അമ്മ തന്നത് 2000 ജൂൺ 10 പന്തക്കുസ്ത ദിനത്തിലാണ്. അമ്മ പറഞ്ഞു, കുഞ്ഞുമക്കളെ, പരിശുദ്ധാത്മാവിനായുള്ള തീരാത്ത ദാഹം നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാകണമെന്ന ആഹ്വാനവുമായി ഈ നല്ല ദിനത്തിൽ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നു. അമ്മ വരുമ്പോൾ എപ്പോഴും മക്കൾക്ക് ഒരു സമ്മാനം കൊണ്ടാണ് വരുന്നേ. ദൈവത്തിൻ്റെ സമാധാനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ, പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം, ഇതൊക്കെയാ തരുന്നത്. ഇന്ന് അമ്മ പറയുന്നു, പരിശുദ്ധാത്മാവിനായുള്ള തീരാത്ത ദാഹം നിങ്ങളിൽ ഉണ്ടാകണമെന്ന ആഹ്വാനമാണ്. ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. അമ്മ പറഞ്ഞു, പരിശുദ്ധാത്മാവേ വരിക, അങ്ങയുടെ ഏറ്റവും ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയുള്ള മാധ്യസ്ഥത്താൽ വരിക എന്ന പ്രാർത്ഥന ആവർത്തിച്ചുരുവിട്ട് പരിശുദ്ധാത്മാവിൽ നിറയുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനായി ദാഹിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരിക, അങ്ങയുടെ ഏറ്റവും ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ വരിക. ഞങ്ങളിൽ നിറയുക. ഞങ്ങളെ ദൈവസ്നേഹത്തിൽ നിറയ്ക്കുക. ദൈവസ്നേഹത്തിൻ്റെ വഴി ഞങ്ങളെ പഠിപ്പിക്കുക. എൻ്റെ വിമല ഹൃദയമാകുന്ന പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടുന്നു. എവിടെയാ ശിഷ്യന്മാർ സെഹിയോൻ ശാലയിൽ ഒരുമിച്ച് കൂടിയത്? അമ്മയുടെ വിമല ഹൃദയമാകുന്ന ഒരു പ്രാർത്ഥനയുടെ മണ്ഡപമുണ്ട്, ഒരു പ്രാർത്ഥനയുടെ കളരിയുണ്ട്, കളരി അഭ്യസിക്കാനുള്ളൊരു ഇടമുണ്ട്. നമുക്കും ആ ഇടം ഏറ്റവും പരിചിതമാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം.
അമ്മ നമ്മളെ ഈ രാവിലെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അമ്മയുണ്ട്, അമ്മയുടെ പ്രാർത്ഥനാ മണ്ഡപമാകുന്ന വിമല ഹൃദയമുണ്ട്. എല്ലാവരും ആ ഹൃദയത്തിലാണ് ഇപ്പോൾ. എന്നിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുകയാണ്. ഈ ഒരു ചിന്തയോടെ ആകണമേ ഈ സന്ദേശങ്ങൾ ശ്രവിക്കുന്നത്. നിങ്ങൾ ഈ ഹൃദയത്തിലായിരിക്കുക എന്നത് എൻ്റെ തിരുക്കുമാരൻ്റെ തിരുഹിതമാണ്. ഈ ഹൃദയം നിങ്ങളുടെ രക്ഷാസങ്കേതമാണ്. മക്കളെ, ദിവ്യനീതിയുടെ കാസ നിറഞ്ഞിരിക്കുന്നു. ഏറ്റവും നിണപൂരിതമായ മണിക്കൂറുകൾ നിങ്ങൾക്ക് മുൻപിൽ ഒരുക്കപ്പെടുന്നു. അധാർമികതയാൽ ഭൂമി മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ സ്വരമാണേ, ശ്രദ്ധയോടെ കേൾക്കണമേ. അധാർമികത, ധാർമ്മികത ഇല്ലാത്ത അവസ്ഥയാൽ ഭൂമി നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാ? എന്താ ഇതിൻ്റെയൊക്കെ കാരണം? ആധുനിക ലോകത്തിൻ്റെ ആനുകാലിക തെറ്റാണ്. തെറ്റിനെ തെറ്റായി കാണാൻ പറ്റാത്ത അവസ്ഥ. മതത്യാഗം, പാപത്തിൻ്റെ പടർച്ച, അന്ധകാര ശക്തികളുടെ ഭരണവിജയം, ഇവയെല്ലാം മനുഷ്യരിലൂടെ സാധ്യമാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പാപത്തിൻ്റെ പടർച്ച, അന്ധകാര ശക്തികളുടെ ഭരണവിജയം, എല്ലാ തലത്തിലും ഭരണം വിജയിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ലോകം പാപത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക. രക്ഷപ്പെടാൻ മാർഗമില്ലാതെ സമ്പദ് വ്യവസ്ഥയും മറ്റ് എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളും താഴെത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഭരണം വിജയിക്കുന്നു. ഭരണകർത്താക്കളുടെ കസേരകൾ ഉയരുന്നു. നമ്മളാണ് കേട്ടോ അതിന് കാരണം. പരിശുദ്ധ അമ്മയുടെ സ്വരം കേൾക്കണമേ. അന്ധകാര ശക്തികളുടെ ഭരണവിജയം, ഇവയെല്ലാം മനുഷ്യരിലൂടെ സാധ്യമാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കാരുണ്യത്തിൻ്റെ മഹത്തായ വിജയത്തിനെതിരെയുള്ള സാത്താൻ്റെ പോർവിളിയാണത്. അതിനാൽ മക്കളെ, തിരിച്ചറിവോടെ മടങ്ങി വരൂ. എൻ്റെ ശക്തമായ മുന്നറിയിപ്പിൻ്റെ സമയങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അത് നിലനിൽക്കുകയല്ല, കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഓ ദുഷിച്ചതും ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നതുമായ മനുഷ്യവംശമേ, മാനസാന്തരത്തിൻ്റെ മാർഗത്തിലൂടെ മടങ്ങി വരികയും രക്ഷകനായ യേശുവിലേക്ക് തിരിയുകയും ചെയ്യുക. മടങ്ങി വരുവിൻ്റെ, തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് ഈശോ നമ്മെ വിളിക്കുകയാണ്. മടങ്ങി വരിക, തിരിച്ചു വരിക ദൈവത്തിൻ്റെ പാതയിലേക്ക്, സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക്. പരിശുദ്ധ കുർബാനയിലുള്ള സജീവ പങ്കാളിത്തം, വചനം തന്നെയായ യേശുവിനെ സ്വീകരിച്ചുകൊണ്ടുള്ള ജീവിതം, വിമല ഹൃദയത്തോടുള്ള ഭക്തി, വിശ്വാസം, ശരണം, നിരന്തരമായ പ്രാർത്ഥന, വിശിഷ്യ ജപമാല പ്രാർത്ഥന, ഇവ നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാന ഘടകങ്ങളാകട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതാകട്ടെ. പരിശുദ്ധ കുർബാന, വചനനുസരിച്ചുള്ള ജീവിതം, വിമല ഹൃദയത്തോടുള്ള ഭക്തി, വിശ്വാസം, ശരണം, നിരന്തരമായ പ്രാർത്ഥന, വിശിഷ്യ ജപമാല പ്രാർത്ഥന, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഘടകങ്ങളാക്കണം. മക്കളെ, അവഹേളനത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും കൂരമ്പുകൾ നിങ്ങൾക്ക് നേരെ പാഞ്ഞു വന്നാലും ഒരിക്കലും നഷ്ടധൈര്യരാകരുത്. അതെ, അവഹേളനത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും കൂരമ്പുകൾ നമുക്ക് നേരെ പാഞ്ഞു വന്നാലും നഷ്ടധൈര്യരായിട്ടിരിക്കരുത്. അത് സാത്താന് ഇഷ്ടമാണ്, അത് ഈശോയ്ക്ക് ഇഷ്ടമല്ല. ആരും എന്തും പറയട്ടെ, നമ്മളിൽ സത്യമുണ്ടെങ്കിൽ, നമ്മൾ സത്യത്തിൻ്റെ വഴിയിലാണെങ്കിൽ, കാപട്യം നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ഭയപ്പെടണം? മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമെന്ന് ഓർത്തിട്ട്, മറ്റുള്ളവർ കളിയാക്കുമെന്ന് ഓർത്ത് ആ കളിയാക്കലുകളുടെ മുൻപിൽ ജീവിച്ചു തീർക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം തിരസ്കരണം ഉണ്ടായാലും അവഹേളനം ഉണ്ടായാലും എന്ത് കൂരമ്പുകൾ നമ്മുടെ നേരെ പാഞ്ഞു വന്നാലും നഷ്ടധൈര്യരാകാതെ യേശുവിന് വേണ്ടി ചങ്കുറപ്പോടെ സാക്ഷ്യം വഹിച്ച് നിരന്തരം പ്രാർത്ഥിച്ച് പ്രാർത്ഥനയായി പ്രത്യാശയോടെ വിശ്വാസത്തോടെ ജീവിക്കേണ്ടവരാണ് നമ്മളെന്ന് അമ്മ ഓർമ്മിപ്പിച്ചിട്ട് അമ്മ പറയാ, ഈ അമ്മയെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്നതിനാൽ നിന്ദിക്കപ്പെടും.
പ്രകാശത്തിലേക്ക് നോക്കുന്നു എന്നതിനാൽ കണ്ണുനീർ ഒഴുക്കേണ്ടി വരുന്നു. എന്നോടൊപ്പം യേശുവിന് ആത്മാക്കളെ നേടുന്നു എന്നതിനാൽ ഞെരുക്കപ്പെടുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഞെരുക്കപ്പെടുന്നെങ്കിലും തകർക്കപ്പെടില്ല നമ്മൾ. എങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാണെന്ന രീതിയിൽ സ്വീകരിച്ചാൽ, മറ്റുള്ളവർ പറയുന്നതിനൊക്കെ ഉത്തരം കൊടുത്തിട്ട് സ്വയം നീതീകരിക്കാൻ ശ്രമിച്ചാൽ നമുക്കിതിനൊന്നും സമയമുണ്ടാവില്ല. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഒത്തിരി അവഹേളനങ്ങളും തിരസ്കരണങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേട്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത് കൊണ്ട്, അമ്മയെ സ്നേഹിക്കുന്നത് കൊണ്ടും കണ്ണുനീർ താഴ്വരയിലേക്ക് തള്ളിയിട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രകാശമായ യേശു ക്രിസ്തുവിനെ നോക്കി പ്രകാശത്തിലേക്ക് ലോകത്തെ കൂട്ടിക്കൊണ്ടുവരാൻ എളിയ ശ്രമം നടത്തുന്നത് കൊണ്ട് ഒരുപാട് കണ്ണുനീർ ഒഴുക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചത് വിളിച്ചു പറയുകയല്ല, ഇതൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാണ്. കാരണം നമ്മുടെ കർത്താവിന് നമ്മളിതല്ലേ കൊടുത്തത്, നമ്മൾ സ്വീകരിക്കണം എന്ന് കരുതി നഷ്ടധൈര്യയാകാതെ പലപ്പോഴും പിശാച് ഇങ്ങനെ ചിന്തിപ്പിക്കും, നീ മഹാപ്പോക്ക, നിനക്ക് ദൈവവചനം പറയാനോ ദൈവത്തിൻ്റെ സാക്ഷി ലോകത്തിന് കൊടുക്കാനോ ഒരു യോഗ്യതയില്ല, എന്ത് ബലഹീനയാണ്, എന്ത് കുറവാണ് നിനക്കുള്ളത്, ഒത്തിരി കുറവുകളില്ലേ എന്നൊക്കെ ചിന്തിപ്പിക്കും നമ്മളെ മനസ്സ് മടിപ്പിക്കാനായിട്ട്. അത് സാത്താൻ്റെ തന്ത്രങ്ങളുടെ ഒരു ഗംഭീരം നിറഞ്ഞ പ്രകടനം. അത് നമ്മൾ അതിന് നിന്നു കൊടുക്കരുത് കേട്ടോ. നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ ഒരിക്കലും നമുക്ക് നന്മ ചെയ്യാൻ പറ്റില്ല. നന്മ ചെയ്യാൻ ലോകത്ത് ഒരുപാട് അവസരങ്ങളുണ്ട്, നന്മ പറയാനുമുണ്ട്. പറയാനും പ്രവർത്തിക്കുവാനും നമ്മൾ സന്നദ്ധരാകുന്നത് നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമാണ്. ഒരു വ്യക്തിയുടെയും ഒരു സാഹചര്യങ്ങളുടെയും ഒരു സംവിധാനങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെ മുൻപിൽ അടിയറ വെക്കരുത് നമ്മുടെ ജീവിതം. കാരണം എൻ്റെയും നിൻ്റെയും ജീവദാതാവ് യേശു ക്രിസ്തുവാണ്. ആരൊക്കെ യേശുവിനെ തള്ളി പറഞ്ഞിട്ടും കുരിശെടുത്ത് മുന്നോട്ട് പോയില്ലേ, അത് എന്നെ കണ്ടിട്ടാ, അത് കുഞ്ഞെ നിന്നെ കണ്ടിട്ടാ, നിന്നെ രക്ഷിക്കണമെന്നുള്ളൊരൊറ്റ ലക്ഷ്യമേ യേശുവിനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആര് കല്ലെറിഞ്ഞപ്പോഴും, എത്ര ചമ്മട്ടിയടിയേറ്റിട്ടും, കൽത്തുറങ്കിൽ അടച്ചിട്ടും, കരങ്ങൾ കൂട്ടിക്കെട്ടി ഒരു ജയിൽ പുള്ളിയെ പോലെ കൊണ്ടു നടന്നിട്ടും, പീഡാസഹനത്തിന് മുൻപുള്ള 33 വർഷത്തെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ സ്വീകരിച്ചിട്ടും, ഭ്രാന്തനാണെന്നും വ്യഭിചാരിയാണെന്നും മുദ്ര കുത്തിയിട്ടും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നത് നമ്മൾ കർത്താവിൻ്റെ മുൻപിലുണ്ടായിരുന്നു. നമ്മുടെ ആത്മാവിനെ നോക്കിയപ്പോൾ ഈശോയ്ക്ക് ആ സഹനങ്ങളെല്ലാം രക്ഷയായിരുന്നു. അതായിരിക്കണം നമ്മൾ പിന്തുടരേണ്ട വഴിയും. എന്നോടൊപ്പം യേശുവിന് ആത്മാക്കളെ നേടുന്നു എന്നതിനാൽ ഞെരുക്കപ്പെടുന്നു. അമ്മ പറയുക, എന്നിട്ട് മക്കളെ, ഇപ്പോഴാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. കാരണം തിരുവചനം നിങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരസ്കരിക്കപ്പെടുമ്പോൾ, ഞെരുക്കപ്പെടുമ്പോൾ, മുറിക്കപ്പെടുമ്പോൾ നമ്മൾ സന്തോഷിക്കണമെന്നൊരു അമ്മ പറയുന്നത്, പഴയ നിയമത്തിൽ 7 മക്കളെ നിഷ്കരുണം കൊലപ്പെടുന്നത് നോക്കി നിന്ന ഒരു അമ്മയുണ്ട്. നമ്മൾ അവരെ വിശുദ്ധരായി കണ്ട് വണങ്ങുന്നുണ്ട്. ആ അമ്മ ഓരോ മക്കളുടെയും മരണത്തിന് സമയത്ത് പറഞ്ഞു, മക്കളെ സങ്കടപ്പെടണ്ട, അവർ തരുന്ന പീഡനത്തിൻ്റെ മുൻപിൽ നിങ്ങൾ തോറ്റോടരുത്. അല്പം കഴിയുമ്പോൾ മുഖാമുഖം കണ്ട് നിങ്ങൾ ആനന്ദിക്കാൻ പോകുന്ന ദൈവസ്നേഹത്തിൻ്റെ തിരുമുൻപിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ബലിയായി കൊടുത്തോ. അങ്ങനെ ബലിയാകണമെന്നാണ് അമ്മ, പരിശുദ്ധ അമ്മയും നമ്മളോട് പറയുന്നത്. ഇങ്ങനെ തിരസ്കരണം കിട്ടുമ്പോൾ, അടി കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം സാത്താന് നമ്മളോട് വെറുപ്പാണ്. അതാണല്ലോ ഏറ്റവും വലിയ സൈൻ, ഏറ്റവും വലിയ അടയാളം. തിരുവചനം നിങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു. ആകയാൽ മക്കളെ, നിങ്ങളുടെ എളിയ ജീവിതവും സഹനങ്ങളും നിശബ്ദമായി അനുഭവിക്കുന്ന കൈപ്പേറിയ അനുഭവങ്ങളും മധുരമായും സമർപ്പണയോഗ്യമായും പുത്രനിലൂടെ പിതാവിന് സമർപ്പിക്കാൻ ഈ അമ്മ തയ്യാറായിരിക്കുന്നു. നമ്മൾ തയ്യാറായാൽ മതി. മക്കളെ, പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധങ്ങളും കലാപങ്ങളും ഏറെ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ മനുഷ്യൻ തിരിച്ചറിവിലേക്കും മാനസാന്തരത്തിലേക്കും വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ട് മുൻകൂട്ടി, പ്രകൃതിക്ഷോഭങ്ങൾ, യുദ്ധങ്ങൾ,
കലാപങ്ങളെല്ലാം വർദ്ധിക്കും ലോകത്ത്. കാരണം ഇതിലൂടെയെല്ലാം തിന്മ പ്രവർത്തിക്കാൻ നോക്കിയിരിക്കുക. അതെല്ലാം ഉണ്ടാകും. അതുണ്ടാകുന്നത് മനുഷ്യൻ തിരിച്ചറിവിലേക്ക്, ഇതൊക്കെ ഉണ്ടാകുന്ന ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ തിരിച്ചറിവിലേക്ക്, യേശുവിലേക്ക്, മാനസാന്തരത്തിലേക്ക് വരാനുള്ളതാണെന്നും അങ്ങനെയുള്ള കാലം അതിക്രമിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അമ്മ പറയുന്നു. സമർപ്പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാത്ത മക്കളെയോർത്ത് ഞാൻ കരയുന്നു. ഇങ്ങനെയുള്ള ജീവിതം സമർപ്പണമായിട്ട് ഇങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴും സമർപ്പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നമുക്ക് ജീവിക്കണം. തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. മക്കളെ പ്രാർത്ഥിക്കുക, തിരുസഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. വികൃതമായതിനെ നേരെയാക്കുന്ന, മുറിവേറ്റതിനെ സുഖപ്പെടുത്തുന്ന, അടച്ചുപൂട്ടിയതിനെ തുറക്കുന്ന പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ശത്രുവായ പിശാച് വളരെ കൗശലക്കാരനും നിർദ്ധയനുമാണ്. അവനെതിരെയുള്ള ഭീകര സമരത്തിൽ മക്കളെ നിങ്ങൾ ഈ അമ്മയോടൊപ്പം ചേരുക. കർത്താവിൻ്റെ ഏറ്റവും ചെറിയ അടിമയായ നിങ്ങളുടെ അമ്മയെ കണ്ടോ, ഇത്രയ്ക്ക് ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന ത്രിലോക രാജ്ഞിയായ അമ്മ പറയാ, കർത്താവിൻ്റെ ഏറ്റവും ചെറിയ ഒരു അടിമയാണ് ഞാൻ. ഈ അമ്മയെ അവിടുത്തെ സ്നേഹ പദ്ധതിയുടെ പൂർത്തീകരണം ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തെയും, പിതാവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചം യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിനെയും സ്നേഹത്തെയും മഹിമയെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് നിരീശ്വരത്വം പ്രചരിപ്പിച്ച് സാത്താൻ വിജയിക്കുന്നത് കണ്ട് ക്ഷമയോടെ ഇരിക്കാൻ അമ്മയ്ക്ക് സാധിക്കുന്നില്ല. മക്കളെ പ്രാർത്ഥിക്കുക, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. സർവത്ര വ്യാപിച്ചിരിക്കുന്ന കൂരിരുട്ട് കണ്ട് നിങ്ങൾ പരിഭ്രമിക്കേണ്ട. ഇത് എൻ്റെ ശത്രുവിൻ്റെ ആസൂത്രണത്തിൻ്റെ ഭാഗമാണെന്ന് ഈ അമ്മ അറിയുന്നു. നിങ്ങൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്: എൻ്റെ വിജയകരമായ പദ്ധതിയുടെ ഇരുട്ടിനെ നിഷ്കാസനം ചെയ്തുകൊണ്ട് പ്രകാശത്തെ എങ്ങും വ്യാപിപ്പിക്കുന്ന എൻ്റെ പദ്ധതിയുടെ ഭാഗമാണത്. ഇരുട്ട് വന്നോട്ടെ, പേടിക്കേണ്ട. ഇരുട്ടിനെ മാറ്റി പ്രകാശം തരാൻ കഴിവുള്ള അമ്മ നമ്മുടെ കൂടെയുണ്ട്. പ്രകാശം തന്നെയായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം നമുക്ക്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പരിപൂർണ സമർപ്പണം നടത്തി എൻ്റെ വിമല ഹൃദയമാകുന്ന പ്രാർത്ഥനാശാലയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സ്വയം സന്നദ്ധരാകുക. യേശു തൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ ഏറ്റവും വിലയേറിയ ഫലത്തെ, അതായത് പരിശുദ്ധാത്മാവിനെ, തൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ദിവ്യ ദൗത്യത്തിൻ്റെയും സാക്ഷിയെ, ആരാണ് ആ സാക്ഷി? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കിതാ ധാരാളമായി നൽകുന്നു. വരൂ മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഒരു പ്രാർത്ഥനയാണ് പിന്നീട് എഴുതിച്ചത്. ആ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ സാധിക്കുന്നവർ അതിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കണമേ. ഒപ്പം പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണമേ. മൃത്യുവിനെ ജയിച്ചവനും പാപമേശാത്തവനുമായ ഞങ്ങളുടെ രാജാവായ യേശു ക്രിസ്തുവേ, ഈ വിശ്വത്തെ മുഴുവനും ദൈവപിതാവിൻ്റെ മഹത്വം പ്രഘോഷിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അവിടുന്ന് ഒരുക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൂരിതരാക്കി ഞങ്ങളുടെ മേലുള്ള അവിടുത്തെ മഹനീയ ഭരണം പുനഃസ്ഥാപിക്കണമേ. ഓ സ്നേഹത്തിനാത്മാവേ, അങ്ങ് എഴുന്നള്ളി വന്ന് ഈ ഭൂമുഖത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. സമസ്ത സഭയെയും നവീകരിച്ച് എങ്ങും പടർന്നിരിക്കുന്ന കൂരിരുളിൽ പ്രകാശിക്കുന്ന പ്രഭയാർന്ന ദീപമായി വിശുദ്ധിയുടെ പൂർണ്ണതയിലൂടെ സഭയെ നയിക്കണമേ. ദൈവത്തിൻ്റെ സ്നേഹ സൃഷ്ടികളായ മനുഷ്യരെല്ലാം ഒരൊറ്റ കുടുംബമായി ജീവിക്കാൻ തക്കവണ്ണം സ്വാർത്ഥതയുടെയും അശുദ്ധതയുടെയും അനീതിയുടെയും മുറിവുകളങ്ങ് സുഖമാക്കണമേ. ലോകമോഹങ്ങളിൽ നിന്ന്, സാത്താൻ്റെ കരവലയത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രിയ മണവാട്ടിയായ ഞങ്ങളുടെ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരിക. അവിടുത്തെ ശക്തമായ സ്നേഹപ്രവർത്തനത്തിൻ്റെ പ്രഭാവത്താൽ ഈ ലോകമാകുന്ന മരുഭൂമി കൃപാവരമാകുന്ന സമൃദ്ധിയിൽ നിറയട്ടെ. ഓ ദിവ്യാത്മാവേ, പുതിയ ആകാശവും
പുതിയ ഭൂമിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ആവേ മരിയ.